എന്തിനാണ് പെന്തക്കോസ്തുകാർ ആരാധനയ്ക്കിടയിൽ ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? സ്വോത്രം 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 സ്വോത്രം. ബ്രദർ PG വർഗീസിന്റെ ഡാൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ആരാധനയെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയത്. ഞാൻ ചെയ്ത ഒരു വീഡിയോ, അതായത് നിഖ്യ വിശ്വാസ പ്രമാണം എന്തുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ ആരാധനയിൽ ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ. അതിനുണ്ടായ പ്രതികരണങ്ങളിൽ ചിലർ എന്നോട് ആവശ്യപ്പെട്ടു, പാരമ്പര്യ ക്രൈസ്തവ സഭകളും പെന്തക്കോസ്ത് സഭകളുടെയും ആരാധനകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. രണ്ടാമത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിവാദമായ ബ്രദർ PG വർഗീസിന്റെ ഡാൻസ്, അതുമായി ബന്ധപ്പെട്ട് പെന്തക്കോസ്ത് ആരാധനയ്ക്കിടയിൽ ഡാൻസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉണ്ടായി. അതിൽ അനുകൂലമായും പ്രതികൂലമായും അതിനോട് പ്രതികരിച്ച ആളുകളുണ്ട്. മൂന്നാമത്, പെന്തക്കോസ്തുകാരെ കുറിച്ച് പൊതുവേയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമാണ് പെന്തക്കോസ്തുകാരുടെ ആരാധനകളിൽ വലിയ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നു. അല്പം ശബ്ദം കുറച്ച് ആരാധിച്ചാൽ ദൈവം കേൾക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ എക്കാലവും പെന്തക്കോസ്തുകാർ നേരിട്ടിട്ടുള്ളതാണ്. മറ്റ് ക്രിസ്തീയ സഭകളെല്ലാം വളരെ ശാന്തമായി ആരാധിക്കുമ്പോൾ എന്തിനാണ് പെന്തക്കോസ്തുകാർ ഇത്ര ശബ്ദമുണ്ടാക്കി ആരാധിക്കുന്നത്? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു ഉത്തരം തരുവാനുള്ള പരിശ്രമമാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. എന്താണ് ക്രിസ്തീയ ആരാധന? എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? പല സഭകളുടെ ആരാധനാ രീതികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത്? ആരാധനയെക്കുറിച്ച് വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? യഹൂദന്റെ ആരാധന എപ്രകാരമാണ്? പെന്തക്കോസ്തുകാരുടെ ആരാധനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്താണ് ക്രിസ്തീയ ആരാധന? പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പിതാവാം ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വാതിലാണ് ക്രിസ്തീയ ആരാധന. ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവാണ് ആരാധനയുടെ കേന്ദ്രബിന്ദു. എല്ലാ ക്രിസ്തീയ സഭകളെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ്. കേവലം ചില കർമ്മങ്ങളോ ചടങ്ങുകളോ എന്നുള്ളതിനപ്പുറം ദൈവത്തോടുള്ള സ്നേഹം, ബഹുമാനം, സ്തുതി, നന്ദി എന്നിവയുടെ ഒരു സംയുക്തമായ പ്രകടനമാണ് ആരാധനയിൽ സംഭവിക്കുന്നത്. ക്രിസ്തീയ ആരാധന ഒരാൾക്ക് വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുവാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടായ ആരാധനയുമാകാം. ഇനി രണ്ടാമത്തെ കാര്യം, പഴയ നിയമ ആരാധന അല്ലെങ്കിൽ യഹൂദന്റെ ആരാധന എപ്രകാരമാണ്? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദേവാലയവും പുരോഹിതനും യാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ആരാധന. ഓരോ ചടങ്ങിനും കൃത്യമായ നിയമങ്ങളും ലംഘിക്കാനാവാത്ത ചട്ടങ്ങളും യഹൂദ ആരാധനയുടെ പ്രത്യേകതയായിരുന്നു. അവർ 3 നേരം യെരുശലേമിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഇന്നും നിലനിൽക്കുന്നു. യെരുശലേം ദേവാലയത്തിൽ യാഗാർപ്പണം നടന്നിരുന്ന സമയങ്ങളെ അടിസ്ഥാനമാക്കി അത് കണക്കാക്കിയാണ് അവർ അങ്ങനെ ആരാധിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ 3 നേരം തൻ്റെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ട് പ്രാർത്ഥന നടത്തിയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് കൂടാതെ ശാബത്ത് ദിവസങ്ങളിലും അവരുടെ ഉത്സവങ്ങളിലും അവർക്ക് ഒത്തുകൂടിയുള്ള ആരാധനകൾ ഉണ്ടായിരുന്നു. ആ ആരാധനകളിൽ തിരുവചന ധ്യാനം, വായന, അതിനെക്കുറിച്ചുള്ള പഠനം, സങ്കീർത്തന ആലാപനം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. 3, പുതിയ നിയമ ആരാധന എപ്രകാരമായിരിക്കണം? ആരാധനയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആരാധനയ്ക്ക് പുതിയ നിയമം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ എങ്ങനെ ആരാധിക്കണമെന്നോ എവിടെ ആരാധിക്കണമെന്നോ ആരാധനയുടെ ക്രമം എന്തായിരിക്കണമെന്നോ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടേയില്ല. ഓരോ ക്രിസ്തീയ സമൂഹത്തിനും ഓരോ ക്രിസ്തീയ സഭയ്ക്കും അവരുടേതായ രീതികൾ അവർ അവലംബിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ പുതിയ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലും അവരുടെ പാരമ്പര്യങ്ങളിലുമൊക്കെ അടിസ്ഥാനപ്പെട്ടാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇത്രയും മാത്രമാണ്: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ ക്രിസ്തീയ ആരാധനയ്ക്ക് പ്രധാനമായും 8 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ 8 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ മഹത്വവും സ്നേഹവും ശക്തിയും വെളിപ്പെടുത്തുന്ന ഒന്നായിരിക്കണം ആരാധന. ദൈവത്തെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. 2,
ആരാധന ഒരു ആത്മീയ പ്രതികരണമാണ്. പാപത്തിൻ്റെയും സാത്താൻ്റെയും മരണത്തിൻ്റെയും അടിമയായിരുന്ന നമ്മെ സ്വന്തം പുത്രനെ തന്ന് വീണ്ടെടുത്ത ദൈവത്തോടുള്ള ഭക്തി നിർഭരമായൊരു പ്രതികരണമാണ് ആരാധന. നന്ദിയോടെയുള്ള ഒരു പ്രതികരണം. ഇത് കേവലം അനുഷ്ഠാനങ്ങളിലോ ചടങ്ങുകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന നന്ദി അധരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു പ്രതികരണമായിട്ട് ആരാധനയെ കണക്കാക്കാം. 3, ആരാധനയിൽ ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. ബൈബിൾ വായനയും ധ്യാനവും വചന ശുശ്രൂഷയും ക്രിസ്തീയ ആരാധനയുടെ പ്രധാന ഭാഗമാണ്. ദൈവവചനത്തിലൂടെയാണ് ദൈവം മനുഷ്യനോട്, വിശ്വാസികളോട്, തൻ്റെ മക്കളോട് പ്രധാനമായും സംസാരിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും നമ്മെ നേരായ പാതകളിൽ ജീവിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ആരാധനയിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യം, 4ാമത്തേത്, പ്രാർത്ഥനയാണ്. ആരാധനയിൽ ദൈവവുമായി സംവദിക്കുവാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന. നന്ദി പറയുന്നതിനും നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതിനും അതുപോലെ തന്നെ അടുത്ത നിമിഷത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നാളത്തെ ജീവിതത്തിൻ്റെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാനായി സമർപ്പിക്കുന്നതിനുമൊക്കെ പ്രാർത്ഥനയെ ഉപയോഗിക്കുന്നുണ്ട്. 5ാമതായി സ്തുതിയും പാട്ടുമാണ്. ക്രിസ്തീയ ആരാധനകളിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു ഭാഗമാണിത്. സംഗീതവും പാട്ടും ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങളാണിത്. അത് വിശ്വാസികളെ ഒരുമിപ്പിക്കുകയും ദൈവത്തോട് അടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആദിമകാലം മുതൽ ക്രൈസ്തവ ആരാധനകളുടെ എല്ലാം ഭാഗമായി സംഗീതമുണ്ടായിരുന്നു, ഗാനങ്ങളുണ്ടായിരുന്നു. ഇനി 6ാമത്തേത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ. യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഓർമ്മിക്കുന്ന കാർമ്മിക ശുശ്രൂഷയായ തിരുവത്താഴ ശുശ്രൂഷ ക്രിസ്തീയ ആരാധനയുടെ പ്രധാന ഭാഗമാണ്. അപ്പം, വീഞ്ഞ് എന്നിവ ഒരാൾ സ്വീകരിക്കുന്നതിലൂടെ ക്രിസ്തുവുമായുള്ള ഒരു സംസർഗം സാധ്യമാവുകയാണ്. 7ാമത്തേത് സേവനമാണ്. ആരാധന എന്നത് കേവലം അധരം കൊണ്ടുള്ള സ്തുതിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയും മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെയും നാം ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ദൈവത്തിനുള്ള ഒരു ആരാധനയായി നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നതായി മാറുന്നു. 8ാമത്തേത് കൂട്ടായ്മ. ക്രിസ്തീയ ആരാധനയിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടി ആരാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയും പാട്ടും വചനധ്യാനവും വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തും. ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒന്നിച്ചു നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഈ ഒന്നിച്ചുള്ള ആരാധനകൾ. ചുരുക്കത്തിൽ ക്രിസ്തീയ ആരാധനയിൽ ദൈവാലയവും യാഗപീഠവും യാഗവസ്തുവും പുരോഹിതനുമെല്ലാം യേശുക്രിസ്തുവാണ്. ക്രിസ്തുവാണ് ആരാധനയുടെ കേന്ദ്രബിന്ദു. അതായത് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ ധ്യാനിക്കുന്നതും യേശുവിലൂടെ ലഭിച്ച രക്ഷയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നതും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്നതുമാണ് ക്രിസ്തീയ ആരാധന എന്ന് ചുരുക്കി പറയാം. ക്രിസ്തീയ ആരാധനയിൽ ഉള്ളടങ്ങിയിരിക്കുന്ന 8 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ 4ാമതായിട്ടുള്ള കാര്യം പാരമ്പര്യ ക്രൈസ്തവ സഭകളുടെ ആരാധനകളെ കുറിച്ചാണ്. കിഴക്കിൻ്റെ പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭകൾ കൃത്യമായി എഴുതി വെക്കപ്പെട്ട ആരാധനാക്രമം അടിസ്ഥാനമാക്കിയാണ് ആരാധിക്കുന്നത്. ക്രൂശാനുഭവം, തിയോളജി, പാരമ്പര്യം, പിതാക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇതൊക്കെയാണ് അവരുടെ ലിറ്റർജിയുടെ പ്രധാന ഭാഗമായിരിക്കുന്നത്. ആരാധനയുടെ ഭാഗമായി വിശ്വാസ പ്രമാണം ചൊല്ലുകയും ആവർത്തിച്ചുള്ള ഏറ്റുപറച്ചിലുകൾ നടത്തുകയും ചെയ്യാറുമുണ്ട്. പൗരാണിക സഭകളെ സംബന്ധിച്ചിടത്തോളം ദേവാലയവും പുരോഹിതനുമില്ലാതെ ആരാധന പൂർണ്ണമാകുകയില്ല. അവിടെ വിശ്വാസികൾക്ക് ഭക്തിയോടെ ആരാധന കാണുക എന്നതിനപ്പുറം കാര്യമായ പങ്കാളിത്തവുമില്ല. സിറിയൻ സഭകൾ ഇരുന്നോ നിന്നോ ഭയത്തോടും ഭക്തിയോടും കൂടെ ആരാധനയിൽ പങ്കെടുക്കുന്ന രീതിയാണുള്ളത്. ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. ഈ കിഴക്കിൻ്റെ പാരമ്പര്യമുള്ള സഭകളുടെ സ്വാധീനമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടേത്. അതിനാൽ തന്നെ മാർത്തോമ CSI പോലെയുള്ള പ്രോട്ടസ്റ്റന്റ് സഭകൾ പോലും ഒരു പരിധിവരെ ധ്യാനാത്മകമായ ആരാധനാ രീതിയാണ് പിന്തുടരുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ ആരാധിക്കുന്നത് വ്യാപകമായത് പെന്തക്കോസ്ത് സഭകളുടെ ആവിർഭാവത്തോടെയാണ്. അതിന് പിന്നീട് കരിസ്മാറ്റിക് മൂവ്മെന്റുകൾ വന്നതോടെ അതിന് വ്യാപകമായ അംഗീകാരം ഈ പൗരാണിക സഭകളിലും ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് പല പൗരാണിക
പൗരാണിക സഭകളുടെയും കൂട്ടായ്മ യോഗങ്ങളിലെങ്കിലും കൈകൊട്ടി പാട്ടുപാടുന്ന രീതിയുണ്ട്. അതെല്ലാം ഈ പെന്തക്കോസ്ത് സ്വാധീനത്തിൽ നിന്ന് കടമെടുത്തതാണ്, അല്ലെങ്കിൽ അവർ സ്വാംശീകരിച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി അഞ്ചാമത്തെ കാര്യം, പെന്തക്കോസ്ത് ആരാധനകളെക്കുറിച്ച്. പൗരാണിക സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ചലനാത്മകമായ ആരാധനയാണ് എല്ലാ പെന്തക്കോസ്ത് സഭകളും പിന്തുടരുന്നത്. ഇവിടെ ഭയഭക്തി ബഹുമാനത്തോടെ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയോ ആമേൻ പറയുകയോ മാത്രമല്ല ആരാധന. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെന്തക്കോസ്ത് ആരാധനയുടെ കാതലായ സംഗതി. പാപമോചനം ലഭിച്ചവരുടെ സ്നേഹപ്രകടനവും ആഹ്ലാദാരവവുമാണ് ഓരോ പെന്തക്കോസ്ത് ആരാധനയിലും ഉയരുന്നത്. സ്വാഭാവികമായും അവിടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശബ്ദം ഉയർന്നു കേൾക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പെന്തക്കോസ്ത് ആരാധനകളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പൊതുവെ പറയാറുണ്ട്, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ടാകും എന്ന് വാക്യം പോലെ സമ്പൂർണമായും ബഹളമയമാണ് ഈ ആരാധനാ രീതി. കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്ന ആ തിരുവത്താഴ് ശുശ്രൂഷയുടെ സമയത്ത് മാത്രമാണ് അല്പം ശബ്ദം കുറച്ച് ധ്യാനാത്മകമായി ഈ ആരാധന മാറുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ വളരെ ഉച്ചത്തിലുള്ള ആരാധനകളാണ് സഭകളിൽ, പെന്തക്കോസ്ത് സഭകളിൽ ഉയരുന്നത്. മാത്രവുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും കൃപാവരങ്ങളുടെ ജ്വലനത്തിനും വലിയ പ്രാധാന്യമാണ് പെന്തക്കോസ്ത് സഭകൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനകളിൽ അന്യഭാഷാ ഭാഷണം, പ്രവചനം തുടങ്ങിയ കൃപാവരങ്ങൾ ആരാധനയ്ക്കിടയിൽ വെളിപ്പെടുന്നു. പാരമ്പര്യ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കൃപാവരങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. ഉള്ളിടത്ത് തന്നെ സാധാരണ വിശ്വാസികൾക്ക് തങ്ങളുടെ ആരാധനയുടെ ഭാഗമായി കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുവാൻ സാധിക്കുകയുമില്ല. എന്നാൽ പെന്തക്കോസ്ത് ആരാധനകളിൽ പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മപ്രവാഹത്തിൻ്റെ അനുഭൂതിയിലേക്ക് നയിക്കപ്പെടുന്ന വിശ്വാസി വൈകാരികമായ പ്രകടനങ്ങളിലൂടെ, ഉയർന്ന ശബ്ദഘോഷങ്ങളോടുകൂടെ ആത്മനിർവൃതിയുടെ, ആത്മീയ അനുഭൂതിയുടെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. കണ്ടു നിൽക്കുന്നവർക്ക് അരോചകമാണെങ്കിലും അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായി അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അവിടെ മുട്ടുകുത്തിയോ, കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയോ, നിലത്ത് വീണ് കിടന്നുരുണ്ടോ, തുള്ളിച്ചാടിയോ, ഓടി നടന്നോ ഒക്കെ പെന്തക്കോസ്ത് ആരാധനകളിൽ ആളുകൾ വൈകാരിക പ്രകടനങ്ങളോടെ ആരാധിക്കുന്നത് ദൃശ്യമാകാറുണ്ട്. എപ്പോഴും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോഴൊക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട്. സന്തോഷത്തിൻ്റെയും വികാരത്തള്ളിച്ചയുടെയും മൂർധന്യതയിൽ ഉച്ചത്തിൽ കൈയടിക്കുക, ഉയർന്നു ചാടുക, ശബ്ദമുണ്ടാക്കുക, നിലവിളിക്കുക, പൊട്ടിക്കരയുക, ഇങ്ങനെ വ്യത്യസ്തമായ വൈകാരിക അനുഭവങ്ങളോടെ ആയിരുന്നു പെന്തക്കോസ്ത് സഭകളുടെ ആവിർഭാവം തന്നെ. യെരുശലേമിലെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആദ്യ ദിനം മുതൽ ചരിത്രത്തിൽ എവിടെയൊക്കെ ഉണർവുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അസാധാരണമായ ശാരീരിക ചലനങ്ങളും വൈകാരിക പ്രകടനങ്ങളും ദൃശ്യമായിട്ടുണ്ട്. കേരളത്തിൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഉണർവ് കാലത്ത് ജനങ്ങൾ ആരാധനകൾക്കിടയിൽ, അവരുടെ യോഗങ്ങൾക്കിടയിൽ ഉയർന്നു ചാടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഉയർന്നു ചാടും. അങ്ങനെ ചാടി ഒരു യോഗത്തിൽ ഒരാൾ ഈ അന്നത്തെ ഈ ആനവാലൻ പെരയുടെ ശീലാന്തിയിൽ, അതിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ശീലാന്തിയിൽ ചാടിക്കയറിയതായും പിന്നീടൊരു ഏണി കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇറക്കേണ്ടി വന്നതായും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉണർവുകളുടെയും ഭാഗമായി ചലനാത്മകമായ ആരാധനകൾ, ഇങ്ങനെയുള്ള ശബ്ദഘോഷത്തോടു കൂടിയുള്ള ആരാധനകൾ ദൃശ്യമായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഞാൻ വിമർശനാത്മകമായി ഒരല്പം കാര്യങ്ങളിലൂടെ പറയട്ടെ. കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം 1 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. മനോഹരമായ ശീതീകരിച്ച ആരാധനാലയങ്ങളും റിഹേഴ്സൽ നടത്തി ആരാധന അവതരിപ്പിക്കുന്ന വർഷിപ്പ് ടീമുകളും ഒക്കെ ഇപ്പോൾ പല സഭകൾക്കുമുണ്ട്. വളരെ അടുക്കും ചിട്ടയുമുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് വന്നു ചേർന്നു. ഇപ്പോൾ സമയക്ലിപ്തതയിൽ പരിമിതപ്പെടുത്തിയ ഒരു പ്രോഗ്രാം മാത്രമായി പെന്തക്കോസ്ത് ആരാധനകൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്വയ വിമർശനമായി ഞാൻ ഉന്നയിക്കുകയാണ്. പൗരാണിക സഭകളിൽ എഴുതി വെച്ച ആരാധന നടത്തുന്നത് പോലെ നമുക്ക് എഴുതി വെച്ച പ്രമാണങ്ങളില്ലെങ്കിലും ആ
ഒരു എഴുതിയുണ്ടാക്കിയ പ്രമാണം പോലെ തന്നെയുള്ള ഒരു ആരാധനാക്രമത്തിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിൽ നല്ലൊരു പങ്കിൻ്റെയും ആരാധനകൾ നടക്കുന്നത് എന്നത് നിരാശാജനകമായ ഒരു കാര്യമാണ്. ഇത്രയുമാണ് പെന്തക്കോസ്ത് ആരാധനകളും പൗരാണിക സഭകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുവാനുള്ളത്. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈ നൃത്തം ക്രിസ്തീയ ആരാധനയുടെ ഭാഗമാണോ എന്ന ചോദ്യം, അത് ബ്രദർ PG വർഗീസിന്റെ ഡാൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ആരാധനയെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തതോ മിരിയാം ചെങ്കടൽ തീരത്ത് തപ്പെടുത്ത് തുള്ളിയതോ ഒന്നും ഒരു ആരാധന മാതൃകയായി നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. പ്രധാനമായും അത് പഴയ നിയമത്തിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ്. അതൊന്നുമല്ല നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം ആയി മാറേണ്ടത്. അപ്പോൾ തന്നെ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നുമാണ് ക്രൈസ്തവ ആരാധനകൾ രൂപപ്പെട്ടു വന്നത്. സിനഗോഗിൽ ശാബത്ത് ദിവസങ്ങളിലുള്ള കൂട്ടായ്മകൾ പോലെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ആദിമസഭ ഒന്നിച്ചുകൂടി അപ്പം നുറക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ ധാരാളം ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ അവർ ആരാധനയുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ ഭാഗമായി നൃത്തം ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിന് ചരിത്രരേഖകളുണ്ട്, ധാരാളം തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. 149-ാം സങ്കീർത്തനം. അതുപോലെ 150-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പി. അപ്പം ഇങ്ങനെ നൃത്തം എന്ന് പറയുന്നത് അവരുടെ ആരാധനയുടെയും ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ഒരു മാർഗമായി യഹൂദന്മാർ നിലനിർത്തിയിരുന്നു എന്നുള്ളത് വേദപുസ്തകം തന്നെ തെളിവ് തരുന്ന കാര്യമാണ്. ഇന്ന് യഹൂദന്മാർ അവരുടെ ആരാധനാ കൂടിവരവുകളിൽ നമുക്ക് വിചിത്രമായി തോന്നത്തക്ക വിധത്തിലുള്ള പല നൃത്തരീതികളും അവതരിപ്പിക്കാറുണ്ട്. ചില ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക. ഇനി ലോകമെങ്ങും പെന്തക്കോസ്ത് ആരാധനകൾ എഴുതി വെക്കപ്പെട്ട ആരാധനാക്രമം അനുസരിച്ചല്ല നടക്കുന്നത്. പാട്ടിനും ചലനത്തിനും കയ്യടിക്കും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതിനുമൊക്കെ അതിനകത്ത് ഇടമുണ്ട്. ആത്മാവിൽ നിറഞ്ഞു തുള്ളുകയും ചാടുകയും കരയുകയും ചിരിക്കുകയും അങ്ങനെയുള്ള വൈകാരിക പ്രകടനങ്ങളെല്ലാം നടത്തുന്നതിനും അവസരമുണ്ട്. ശരീരവും മനസ്സും ഇഴുകിച്ചേർന്ന് സർവം മറന്ന ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതാണ് പെന്തക്കോസ്ത് ആരാധനയുടെ രീതി. ഒരിടത്ത് ശാന്തമായി സ്റ്റഡിയിലേക്ക് വടി പോലെ നിൽക്കുന്നതല്ല പെന്തക്കോസ്ത് ആരാധന. ഇതിനകത്ത് ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് പാടില്ല എന്നാണ് എൻ്റെ ചോദ്യം. കോറിയോഗ്രാഫിയുടെ അഴകളവുകൾക്കകത്ത് നിൽക്കുന്നതോ ഏതെങ്കിലും നൃത്തരൂപത്തിന്റെ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ വെച്ച് ചിട്ടപ്പെടുത്തിയതോ ആയ ഡാൻസ് ഒന്നുമല്ല. അവനവന്റെ മനോബോധത്തിന്റെയും വിവേകത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമായി നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഡാൻസിനെ വിലക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓരോ ദേശക്കാർക്കും ഓരോ രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്നതാണ് സന്തോഷം നൽകുന്നത്. പഞ്ചാബിലൊക്കെ പോയി കഴിയുമ്പോൾ പഞ്ചാബിലെ ആരാധന നമ്മൾ കണ്ടാൽ അതിൻ്റെ സിംഹഭാഗവും വലിയ ഉച്ചത്തിലുള്ള പാട്ടുകൾ വെച്ച് അവർ അടിച്ചു പൊളിച്ച് നൃത്തം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ആഫ്രിക്കൻ ആരാധനകൾ, പെന്തക്കോസ്തുകാരുടെ ആഫ്രിക്കക്കാരുടെ ആരാധനകളൊന്ന് ശ്രദ്ധിച്ചാൽ നിരന്തരം അവർ നൃത്തം ചെയ്യുന്നു. നമുക്കത് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത തരത്തിലുള്ള നൃത്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കൊറിയക്കാരുടെ ആരാധന, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടുള്ള ഒരു നൃത്തമാണ് അവർ സാധാരണ നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ കോട്ടയത്ത് കൊറിയയിലെ ഏറ്റവും വലിയ സഭയായ യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ 2 തവണ അതിന്റെ ലീഡേഴ്സ് വന്ന് കൺവെൻഷൻ നടത്തി. ആ 2 കൺവെൻഷൻ സമയത്തും അവിടെ നിന്നുള്ള ഗായക സംഘം കോട്ടയത്ത് വരികയും അവർ പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ ആരാധനാ രീതി, അവർ നൃത്തം കൂടെ അതിന്റെ ഭാഗമായിട്ട് വളരെ ചിട്ടയായിട്ടുള്ള നൃത്തം അവർ നടത്തുന്നു. അത് നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നത് പോലെയോ തുള്ളുന്നത് പോലെയോ അല്ല അവരത് ചെയ്യുന്നത്. അവർ പാട്ടുകൾ പാടുമ്പോൾ അതിനൊപ്പിച്ച് അത് താളബോധത്തോടുകൂടെ അവർ നന്നായി നൃത്തം ചെയ്യുന്നു. അതവരുടെ ആരാധനയുടെ രീതിയാണ്. നമ്മുടെ മാങ്ങാനൻ ജോസഫിനെ പോലെയുള്ള പ്രവാചകന്മാരൊക്കെ കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തിയിരുന്നപ്പോൾ പഴയകാല പെന്തക്കോസ്ത് സഭകളിൽ തുള്ളിയും നൃത്തം ചെയ്തും ഒക്കെയാണ് ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുത്തിയത്. അന്യഭാഷയോടൊപ്പം തുള്ളുകയും നൃത്തം ചെയ്യുകയും ഓടി നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ആരാധനയുടെ ഭാഗവുമായിരുന്നു. അപ്പോൾ മാങ്ങാനൻ ജോസഫിന്റെ കാലത്ത് ചെയ്തതൊക്കെ ആത്മീയവും ഇന്ന് ആരെങ്കിലും ഡാൻസ് ചെയ്യുന്നത് അനാത്മീയവും എന്ന് വിധിക്കുന്നത് കപടതയാണ്, ഇരട്ടത്താപ്പാണ്. അവസാനമായി ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു,
ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. ഇതാണ് പൗലോസിന് ആരാധനയെക്കുറിച്ച് പറയുവാനുള്ളത്. എനിക്കും അതുതന്നെയാണ് പറയുവാനുള്ളത്. നമ്മൾ എന്ത് ചെയ്താലും ആരാധന ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമാകണം. അത് മറ്റുള്ളവർ പരിഹസിക്കുന്നോ കാഴ്ചക്കാർ കൂക്കി വിളിക്കുന്നോ എന്നുള്ളതൊന്നുമല്ല വിഷയം. ദൈവത്തെ ആരാധിക്കുവാൻ ഹൃദയം തിങ്ങി വിങ്ങുന്ന നന്ദിയോടെ ദൈവസന്നിധിയിലെത്തുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനോബോധവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നൽകുന്ന പരിജ്ഞാനവും വെച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. അത് ദൈവനാമത്തിന് മഹത്വമാകട്ടെ, നമ്മുടെ ആത്മീക വർധനയ്ക്ക് കാരണമായി തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.